കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഹൈവേ ലോഗ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ Q&A സെഷന് എല്ലാവരും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് തന്നത്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു Q&A സെഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പുതിയ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഒന്നോടെ സ്വാഗതം. അപ്പോൾ ഒത്തിരി ലാഗടിപ്പിക്കാതെ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കിടക്കാം. അർജുമായി, നമ്മുടെ ആദ്യത്തെ ചോദ്യം ചോദിച്ചേക്കണത് അരവിന്ദ് എസ് എന്ന് പറയുന്ന ആളാണ്. അരവിന്ദ് ചോദിച്ചേക്കണത് ചെറിയൊരു സംശയം, പീറ്റർബിൽറ്റ് ട്രക്ക് ഭയങ്കര പവർഫുൾ അല്ലേ, പക്ഷേ ആ പവറുള്ള ലോഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, അപ്പോൾ കൂടുതൽ പവർ എന്നാൽ അത്രയും ഇന്ധനം ട്രക്ക് കുടിച്ച് തീർക്കുമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഇത്ര അങ്ങോട്ട് പവർ ഇല്ലാത്ത ടൈപ്പ് ട്രക്ക് ഉപയോഗിച്ചാൽ പോരെ, ഇന്ധനത്തിന് വേണ്ടി മുടക്കുന്ന കുറേ ക്യാഷ് പോക്കറ്റിൽ കിടക്കില്ലേ? ഇതാണ് അരവിന്ദ് എസ് ചോദിച്ചേക്കണത്. അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റർബിൽറ്റ് ട്രക്ക് ഭയങ്കര പവർഫുൾ അല്ല എന്നുള്ളതല്ല, അതെന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് എഞ്ചിന് ഏതാന്നുള്ളതല്ലേ. അതെ, എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു 7 ടൈപ്പ് എഞ്ചിൻ സ്പെക്ക് ഉണ്ട്. ഹെവി ഹോളിങ്ങിൻ്റെ ഇത് ഒന്നും പറഞ്ഞിട്ട് അത് വ്യത്യസ്തമാണ്. നമ്മുടെ അടുത്തുള്ളത് പെക്കാറിന്റെ MX-13 ആണ് നമ്മുടെ എഞ്ചിന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള എഞ്ചിൻസിൽ ഏറ്റവും എന്ന് വെച്ചാൽ ക്യൂബിക് കപ്പാസിറ്റി കുറവുള്ള വേരിയന്റ് അല്ലേ, കൂടുതൽ മൈലേജ് കിട്ടുന്ന. അതെ അതെ, ഏറ്റവും അതായത് സ്പെക്കില് LB പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെക്ക് അല്ലേ. അതെ, അപ്പം അതിൽ എൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പീറ്റർബിൽറ്റിൻ്റെ ആണെങ്കിലും കെൻവർത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ ഇവിടെ US-ലെ ട്രക്കുകളുണ്ടല്ലോ, ഈ അമേരിക്കൻ ട്രക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഈ വലിയ ട്രക്കുകൾ. അപ്പം ഈ ട്രക്കുകളുടെ എല്ലാം ബോഡി കാണാൻ സെയിം ആണ് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തെ നമ്മുടെ എൻജിൻ ആവട്ടെ, ട്രാൻസ്മിഷൻ ആവട്ടെ, ഈവൻ സസ്പെൻഷൻ, ആക്സിൽ, ഇതെല്ലാം നമ്മളൊരു ട്രക്ക് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. ഇപ്പം എൻജിൻ വൈസ് പവർ കൂടിയാലും കുറഞ്ഞാലും ഓടിക്കുന്ന ആൾക്ക് കിട്ടുന്ന കംഫർട്ട് സെയിം ആവുക എന്നുള്ള എൻ്റെ ഒറ്റ ലക്ഷ്യത്തിലാണ് നമ്മുടെ പുറമെയുള്ള ബോഡിയും ഇതിൻ്റെ ഇൻറ്റീരിയറും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒരുപോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുത്തെ ഈ സെമി ട്രക്കുകൾ ഓടുന്നത് ഏറ്റവും കുറഞ്ഞ വീൽസ് എന്ന് പറഞ്ഞാൽ 18 വീലറാണ്. അതായത് ഇപ്പം നമ്മളൊക്കെ ഓടിക്കുന്ന 18 വീലേഴ്സാണ്. അതിൻ്റെ അകത്ത് ഈ 18 വീലുള്ള ട്രക്ക് ആൻഡ് ട്രെയിലർ കോമ്പിനേഷനിൽ നമുക്ക് 80,000 LBS പൗണ്ടാണ് നമുക്ക് ഹോൾ ചെയ്യാൻ പറ്റുന്നത്, 80,000 പൗണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഹോൾ ചെയ്യുന്നതിന് നമുക്ക് മൾട്ടി ആക്സിൽ, കൂടുതൽ ആക്സിൽ വരേണ്ടതായിട്ടും അതിനൊപ്പം എൻജിനും ട്രാൻസ്മിഷനും ഒക്കെ അതിനനുസരിച്ചുള്ള പവറും വേണം. തന്നെയല്ല ആക്സിലുകൾക്കും അറിയാമല്ലോ, സസ്പെൻഷനും എല്ലാം അതിനനുസരിച്ചുള്ള ഹെവി വെയിറ്റ് ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ വേണ്ട പീറ്റർബിൽറ്റ് ഈ 2024 നമുക്ക് 2 പീറ്റർബിൽറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 579, 589 എന്ന് പറയുന്ന 2 ഡിഫറെൻറ്റ് വേരിയൻസ് ആണ് ഹൈവേയിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട പക്കാർ MX-13, പക്കാർ MX-11, പക്കാർ PX-9, കുമ്മിൻസിൻ്റെ X-15, കുമ്മിൻസിൻ്റെ ISX-12N, കുമ്മിൻസിൻ്റെ L9N, അങ്ങനെ 6 ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് എൻജിനാണ് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ പവർ കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളത് പക്കാർ MX-13 ആണ്. അത് 80,000 പൗണ്ട് ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻജിനാണ് ഈ നമ്മുടെ കയ്യിലുള്ള MX-13. അപ്പം കൂടുതൽ ഹെവി ഹോൾ ചെയ്യുന്ന, ഇപ്പോൾ ലോഗൊക്കെ ഹോൾ ചെയ്യുന്ന എല്ലാ തടി വെട്ടിക്കൊണ്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ വലിയ JCBയും ക്രെയിനും കണ്ടെയ്നറും ഷിപ്പും ഒക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന ട്രക്കുകൾക്ക് അതിനനുസരിച്ച് അവർക്ക് വേണ്ട ഈ കുമ്മിൻസിൻ്റെയോ അല്ല പക്കാറിൻ്റെ തന്നെയോ കൂടുതൽ. അപ്പം ബേസിക്കലി സ്പീക്കിംഗ് പീറ്റർബിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ എഞ്ചിനും അല്ല അത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജിയുടെ കാര്യത്തിൽ അല്ല ഫ്യൂവൽ എക്കോണമിയുടെ കാര്യത്തിൽ അത് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഈ എഞ്ചിൻ്റെ പവർ കൂടുന്നതിനനുസരിച്ചും വേരിയൻറ്റിനനുസരിച്ചും 6 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷനും പീറ്റർബിൽറ്റിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആക്സിൽ, ഫ്രണ്ട് സ്പ്രിങ്സ്, റെയർ ആക്സിൽ, റെയർ സസ്പെൻഷനിൽ, ഇതിൻ്റെ കാര്യത്തിലെല്ലാം മൾട്ടിപ്പിൾ ചോയ്സസ് വണ്ടികൾക്കുണ്ട് കേട്ടോ. അപ്പം നാച്ചുറലി നമ്മൾ ട്രക്ക് ഓർഡർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള, ഇപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഹോളിംഗ് ആണ് ചെയ്യുന്നതിനനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ വണ്ടി ഓർഡർ ചെയ്യുന്നത്. നമ്മുടെ അരവിന്ദസിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ബ്രോക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ടൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അറിയാലോ, highway_logs എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ബ്രോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ റിപ്ലൈ ചെയ്യാവേ. നമ്മുടെ അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്നത് സനോജ് എ റോഡിൽ 09 അതോ സനോജ റോഡിൽ നിന്നാണോ എന്ന് എനിക്കറിയത്തില്ല.
ഇതിൻ്റെ അകത്ത് സനോജ് എ റോഡിൽ 09 എന്ന് തന്നെ പറയാം. ബ്രോ ചോദിച്ചേക്കുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്തെ ആ ഒരു ഹാൻഡിൽ വന്നിരുന്നതുകൊണ്ട് നമ്മുടെ കറക്റ്റ് പേര് ഇതിൻ്റെ അകത്ത് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പേരിൻ്റെ കാര്യത്തിൽ ആ ഒരു കൺഫ്യൂഷൻ. പുള്ളി ചോദിച്ചേക്കുന്നത്, ഹായ്, അവിടെ റോബറി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ വല്ല അനുഭവമുണ്ടോ? അങ്ങനെ ഉണ്ടാകാതെ എങ്ങനെ സേഫ് ആകാം? പേഴ്സണലി അങ്ങനത്തെ ഇത്. അപ്പം ബ്രോയുടെ സംശയത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ കള്ളന്മാരും കൊള്ളക്കാരും ഏത് രാജ്യത്തുണ്ട് അറിയാമല്ലോ. അതിപ്പം നമുക്ക് വേണം പറയാം ഗൾഫിലൊന്നും കള്ളന്മാരില്ലാന്ന്. കള്ളന്മാർ അവരുടെ കള്ളത്തരം അവിടെ ഇറക്കുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ കള്ളന്മാർ അവിടെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ചാണ്. അപ്പം നാച്ചുറലി ഇവിടെ എന്നൊക്കെ പറയുമ്പം ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം ഉണ്ട്. മെയിൻലി അങ്ങനെയുള്ള ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിട്ട് ദൈവാനുഗ്രഹിച്ച് ഇതുവരെ ഒന്നും അങ്ങനെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ആകെ കൂടി നമ്മൾ ഈ സ്കെച്ച് ആയിട്ടുള്ള ഏരിയ കൂടെ പോകുമ്പോഴത്തേക്കും ഈ മറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല ഡ്രൈവേഴ്സിൻ്റെ കഥകളിൽ നിന്നും നമ്മൾ അല്ലെ ഈ ട്രക്കർ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകളിൽ നിന്നും ഒക്കെ നമുക്ക് ഓരോരോ ഏരിയകളിൽ സൂക്ഷിക്കണമെന്നും കാര്യങ്ങൾക്കൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഏരിയകളിലെല്ലാം കെയർഫുൾ ആയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീം ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ടൊറൻറ്റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഇപ്പം എൻ്റെ ഷിഫ്റ്റ് 12 മണിക്കൂർ, വെളുപ്പിനെ 3 തൊട്ട് ഉച്ച കഴിഞ്ഞ് 3 മണി വരെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു അരമണിക്കൂർ ബ്രേക്കിൽ അർജുൻഭായ് എന്ന വാഷ്റൂമിലൊക്കെ പോയി ഒരു കാപ്പിയൊക്കെ എടുത്ത് ഫ്രഷായി എന്തെങ്കിലും ഫുഡും കഴിച്ചാൽ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ വണ്ടി എടുത്ത് മൂവ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ഇപ്പം നമുക്കൊരു സ്കെച്ച് ആയിട്ടുള്ള ഒരു പ്ലേസിൽ കൊണ്ട് വണ്ടി നിർത്തി നമ്മുടെ ലോഡും കൊണ്ട് അവിടെ ഒരു കുറച്ച് നേരം ഇട്ട് കിടക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല. നമ്മുടെ വണ്ടി കണ്ടിന്യൂസ് മൂവ് ചെയ്യുവാണല്ലോ. അതേസമയം സിംഗിൾ ഡ്രൈവേഴ്സ് ആയിട്ട് ഓടിക്കുന്നവർ അവരുടെ ഈ 12 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് 10 മണിക്കൂർ നിർബന്ധമായിട്ട് എവിടെയെങ്കിലും നിർത്തി റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം ചില ഫ്യൂൾ സ്റ്റേഷനും അല്ല റെസ്റ്റ് ഏരിയ പോലെയുള്ള പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ചെല്ലുമ്പം അവിടെയൊക്കെ ഓൾറെഡി പാർക്കിംഗ് ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ പാർക്കിംഗ് സ്പോട്ടും സ്പേസും കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് മറ്റ് റോഡ് സൈഡോ അല്ലെങ്കിൽ അതുപോലെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പറായിട്ട് സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഏരിയ തപ്പി പോകേണ്ടി വരും, പ്രത്യേകിച്ച് പരിചയമില്ലാത്ത റൂട്ടുകളിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ട്രക്ക് നിർത്തി അവിടെ വണ്ടി 10 മണിക്കൂർ നിർത്തി ഇടുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആണ് ഇപ്പോൾ സിംഗിൾ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇങ്ങനെ ഒരു റിസ്ക് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലേ അർജുൻ ഭായി? അത് കൂടാണ്ട് ഇപ്പൊ എക്സ്പീരിയൻസുകൾ എന്താ ഉണ്ടായിട്ടുണ്ടോന്ന് നോക്കിയപ്പോൾ നമുക്ക് പേഴ്സണലി കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അന്ന് ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവര് ലൈനിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ബാക്കിൽ നിന്ന് അത് സംഭവം. പിന്നെ ഈ പറയട്ടെ, നമ്മുടെ ഇപ്പം ഓരോ ട്രക്കുകളും ഇത് ഹോള് എന്ന സാധനങ്ങൾ എന്നാന്നുള്ളത് അല്ലെ അതിൻ്റെ വാല്യൂം നമുക്ക് ചില സമയത്ത് ചിന്തിക്കാൻ പറ്റാത്ത ടൈപ്പായിരിക്കും. ചിലപ്പം നമ്മളെ അറിയാലോ, നമുക്ക് ഇപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും നീട്ടം കൂടിയ ട്രെയിലേഴ്സാണ് നോർത്ത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അത് ഓടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും വലിയ ട്രെയിലറിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ചിലപ്പോൾ ഒരു ലോഡ് ഐപാഡോ ഐഫോണോ പ്ലേ സ്റ്റേഷനോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന വില കൂടിയ സാധനങ്ങൾ എന്ത് വേണേലും ആലോചിച്ച് നോക്കിക്കുക. ഇതെല്ലാം ഈ ട്രക്കിൻ്റെ അകത്തും ട്രെയിലറിൻ്റെ അകത്തും അല്ലേ പോകുന്നത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും നേരിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പരിചയത്തിൽപ്പെട്ട അല്ലെ നമ്മൾ അറിയുന്ന ഒരു ട്രക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, നമ്മൾ ഹോൾ ചെയ്യുന്ന ഐറ്റംസ് പറഞ്ഞാൽ എത്ര വാല്യുബിൾ ആയിരിക്കും. അപ്പം അവരന്ന് ഹോൾ ചെയ്തത് ഒരു ലോഡ് നിറയെ പ്ലേ സ്റ്റേഷൻ ആയിരുന്നു. PS5 അതിൻ്റെ ഞാൻ വീഡിയോ ഗെയിമായിട്ട് അത്ര ഫെമിലിയർ അല്ല. പ്ലേ സ്റ്റേഷൻ്റെ ലേറ്റസ്റ്റ് ഹയസ്റ്റ് സ്പെക്ക് സാധനം ലോഡ് ഫുള്ള്. അപ്പം അവര് കാലിഫോർണിയന്ന് പ്ലേ സ്റ്റേഷൻ ഇത് സാധനവും ലോഡ് എടുത്തോണ്ട്, ഈ പ്ലേ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഹൈ വാല്യൂ ലോഡല്ലേ. അപ്പം ഈ ഹൈ വാല്യൂ ലോഡ് അവർ ലോഡ് എടുത്തോണ്ട് നമ്മളെപ്പോഴും നിർത്തി കാപ്പിയൊക്കെ എടുക്കാറുള്ള ബാർസ്റ്റോ എന്ന് പറയുന്ന സ്ഥലത്തെ ലൗസില്ലേ, അപ്പോൾ അവരവിടെ നിർത്തി രണ്ടുപേരും കൂടെ അകത്ത് പോയി ഒരു കാപ്പിയൊക്കെ എടുത്ത് അകത്തുനിന്ന് ബർഗർ കിങ്ങിൽ നിന്ന് അതോ മറ്റേ എന്തോ ഒരു ചിക്കൻ്റെ എന്തോ ഒരു സ്നാക്കൊക്കെ എടുത്ത് അവർ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവരുടെ ട്രെയിലറിൻ്റെ പുറകിലത്തെ സീലെല്ലാം തല്ലി പൊടിച്ച് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് 2-3 ക്രേറ്റോളം ഈ നമ്മൾ വലിയ ലോഡ് ചെയ്ത് വെക്കുന്ന പാലറ്റ് ഉണ്ടല്ലോ, അത് നിറയെ പ്ലേ സ്റ്റേഷനും കട്ടുകൊണ്ട് ആൾ പോയി. അവർ വന്നു കഴിയുമ്പോൾ അത് കാണണേ. എന്നിട്ട് പിന്നെ ആകെ സീനായി. നാച്ചുറലി എത്ര രൂപയുടെ മുതലാണ് കൊണ്ടുപോയത് ഒന്ന് ആലോചിക്കുക. 2-3 പാലറ്റ് നിറയെ
പ്ലേ സ്റ്റേഷൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പോലീസിനെ വരെ വിളിച്ചു, കമ്പനി വിളിച്ചു, പോലീസ് വന്ന് അവർക്ക് 2 ദിവസത്തോളം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഹൈ സെക്യൂരിറ്റി ലോഡുകളൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ US മാത്രം ഓടുന്ന ഡ്രൈവേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ഗണ്ണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് അവരുടെ ലോഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അമ്യൂണേഷൻസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രോസ് ബോർഡർ ട്രക്കിങ് ചെയ്യുന്നവർക്ക്, അതായത് ബോർഡർ ക്രോസ് ചെയ്യുന്നവർക്ക് ബോർഡറിൽ ഈ പറയുന്ന പോലെ ഗൺസ് ആണെങ്കിലും അല്ലെങ്കിൽ ആംസ് ആണെങ്കിലും ഒന്നും പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രക്കുകളിലൊന്നും ഈ പറയുന്ന പോലെ ഗൺസോ പരിപാടികളോ ഒന്നുമില്ല. പക്ഷേ US ഓടുന്നവർക്ക് അത് വെക്കാനും അവർ കൊണ്ടുപോകുന്ന ലോഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുമുള്ള അനുവാദമുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹിച്ച് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ ഇട വരാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. അതുകൂടാതെ പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരുടെയും ഇവിടെ ഗണ്ണും കത്തിയും പരിപാടികളൊക്കെ ഉണ്ട്, അറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ള ഇപ്പം ചില സ്ഥലങ്ങളിൽ ഡാർക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റുവേഷൻ വളരെ ബാഡാണ്. അപ്പോൾ അതിൻ്റെ പേഴ്സണലി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാനഡ വന്നു കഴിഞ്ഞിട്ട് ട്രക്കിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടല്ല, ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് എപ്പോഴേലും പറയാം. പിന്നെ അർജുൻ ഭായിക്കും അങ്ങനെ സ്റ്റുഡന്റ് ലൈഫിൽ എനിക്കൊരു സീൻ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു വന്ന ടൈമിൽ ഈ നമ്മളെ വാല്യുബിൾ ആയിട്ടുള്ള 2016 കോമൺ ആയിട്ട് ടൊറന്റോ ഏരിയയിൽ നടക്കുന്ന സംഭവമായിരുന്നു. നമ്മളെ വാലറ്റും നമ്മുടെ ഫോണും ഒക്കെ തട്ടിപ്പറിക്കുക എന്നൊക്കെ പറയുന്നതായിട്ടൊരു സെനാരിയോ. റോഡിൽ കൂടെ പോകുമ്പോൾ തട്ടിപ്പറിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് തോക്കോ കത്തിയോ കാണിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ ഈ പറയുന്ന പോലെ ഒരു തോക്കോ കത്തിയോ ഉപയോഗിക്കേണ്ട, അതിപ്പോൾ ഓരോരുത്തരും ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വ്യത്യസ്തമായിട്ടായിരിക്കും. പക്ഷെ കേസിൽ പെട്ടുപോയെന്നേ അബദ്ധത്തിലാണേലും ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയാലോ, ഒന്നെങ്കിൽ നമുക്ക് ഡാമേജ് പറ്റും അല്ലെങ്കിൽ മറ്റേ ആൾക്ക് ഡാമേജ് പറ്റും. രണ്ടായാലും രണ്ടുപേരും ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി കാർ ഹൈജാക്കിങ്ങിന്റെ ഒരു കാര്യം ഇപ്പം ലോകം മൊത്തം അറിഞ്ഞു കാണും. ടൊറന്റോയിൽ നടക്കുന്ന ഭയങ്കരമായിട്ട് ഒരുമാതിരി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ ഈവൻ കോപ്സ് വരെ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സെനാരിയോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എതിർക്കാൻ നിൽക്കരുത്, അവർ വണ്ടിയും കൊണ്ട് പോയിക്കോട്ടെ എന്നാ. എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, എന്ന് വെച്ചാൽ അഷർ എന്ന് പറഞ്ഞാൽ. അവന് ഈ പറഞ്ഞ മാതിരി 2-3 മാസം മുന്നേ അവനെ ഇതേമാതിരി രാത്രി ഫുഡ് സ്കിപ്പ് ദ ഡിഷസോ ഊബറോ അങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനപ്പോൾ ഫുഡ് ഡെലിവർ ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും 2 സ്ത്രീകൾ വന്ന് ഇവനെ കത്തി കാണിച്ച് ഇവൻ്റെ അടുത്ത് നിന്ന് കാറിന്റെ കീ തട്ടിപ്പറിച്ച് അവരെടുത്ത് പോകാൻ നോക്കി. 2 സ്ത്രീകളാണ്. 2 സ്ത്രീകൾ എന്ന് പറയാൻ ഇവൻ 5-6 ഒരു മനുഷ്യനാ. ഒരു 10-15 കിലോ ആണായിരിക്കും, 55 കിലോ ആണായിരിക്കും മൊത്തത്തില്. അവന് 6.5 പൊക്കമുള്ള 2 പെണ്ണുങ്ങൾ, 10-20 കിലോ തൂക്കമുള്ള 2 സ്ത്രീകള്. എന്ത് ചെയ്യാനാ? പക്ഷെ സ്വതവേ എല്ലാരും അങ്ങനത്തെ എന്തെങ്കിലും സെനാരിയോ ഉണ്ടാകുമ്പോൾ എതിർക്കാൻ നിൽക്കാതാവും. ഇവൻ പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് ഒന്ന് സ്റ്റെക്കായി പോയെങ്കിലും കൂടെ ബോസ് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇവര് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓടി ഡോർ തുറന്ന് അതിന്റെ അകത്തേക്ക് കയറി ഇവര് കത്തി വെച്ച് അവനെ കുത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഈ ഒരു ബോണില്ലേ നമ്മുടെ ഭാഗ്യത്തിന് അതിനായി പോയി കുത്തു കിട്ടിയത്, അല്ലെങ്കിൽ അത് താഴേക്ക് ഇറങ്ങി പോയേനെ. അതായത് ഇവൻ സ്കിപ്പ് ദ ഡിഷസിലെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നു, ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് പുറത്തിറങ്ങി ഇവൻ അത് കൊടുത്ത്. ഇവരായിരുന്നു അത് ഓർഡർ ചെയ്തത്? അല്ല, വേറെ എവിടെയോ ഓർഡർ ചെയ്യാൻ പോയത് സംഭവം. അങ്ങനെ എന്തോ ഫുഡ് ഡെലിവർ ചെയ്തില്ല. ഇവൻ അതും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ 2 പേരും എന്റെ ഇത് കത്തിയും കാണിച്ച് കാറിന്റെ കീ ചോദിച്ചു. അപ്പം പെട്ടെന്ന് കത്തിയും കൊണ്ട് 2 പേരും ഇങ്ങനെ വന്ന് ചോദിച്ചതിൽ കാറിന്റെ കീ കൊടുത്ത്. പിന്നെയാണ് അവൻ ആലോചിക്കുന്നത്, എന്നുവെച്ചാൽ അവനപ്പം ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങി അടുത്ത ജോലി തപ്പിക്കൊണ്ടിരിക്കുക. പക്ഷെ അവന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ഏൺ ചെയ്യുന്ന ഈ സാധനം വെച്ചിട്ടാ ആകെയുള്ള പിടിവള്ളി സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഷുറൻസിൽ വണ്ടിയുടെ കാശ് എന്താണ് അത് തിരിച്ചു കിട്ടും, പക്ഷെ എന്നാലും വണ്ടിയോട് ഒരു ആത്മാർത്ഥം ഉണ്ടാവില്ല അവന്. അതോടൊപ്പം തന്നെ ഒന്ന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ പിന്നെ അടുത്ത ഇൻഷുറൻസ് കിട്ടൂലല്ലോ. അങ്ങനത്തെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 3-4 ക്ലെയിം വന്നാൽ പിന്നെ നമ്മളെ ഇത് കയറും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവൻ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇവന് പെട്ടെന്ന് ഒരു ബോധോദയം വന്നിട്ട് ഇവൻ ചാടി കാറിന്റെ ഡോർ ഇവര് സ്റ്റാർട്ട് ചെയ്ത് ഗിയറിലിടുന്നതിന് മുമ്പ് ഇവൻ ചാടി കയറി. പിന്നെ വണ്ടിക്കുള്ളതെന്ന് ഇവനും അവര് നമ്മൾ പൊരിഞ്ഞടിയായിരുന്നു പറഞ്ഞത്. അതിനിടക്ക് ആ ഒരു പെണ്ണുമ്പിള്ള അവനെ കത്തിയെടുത്ത് കുത്തി സ്റ്റാബ് ചെയ്ത്
ആ സ്റ്റാബ് ചെയ്തത് ഈ എല്ലിനായി പോയി കുടുങ്ങിയത്. അത് ഇവിടെ കുടുങ്ങിയാലും അവൻ ചാവും, ഇവിടെ കുടുങ്ങിയാലും അവൻ ചാവും. ഇതുമ്മലതിനെ കൊണ്ട് അവൻ രക്ഷപ്പെട്ട്. ഇപ്പൊ നമുക്ക് ചിരിച്ചിങ്ങനെ പറയാം, പക്ഷെ അവനപ്പൊ ഫേസ് ചെയ്ത് ഭയങ്കര ടെററായിട്ടുള്ള സാധനം. പിന്നെ കത്തിയെടുത്ത് പുറത്ത് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വരച്ച് കളഞ്ഞ് ഇവിടുന്ന് താഴെ വരെ ഒരു വരയൊക്കെ ഉണ്ട്. മറ്റേ നാട്ടിലെ വെട്ടുകാസൊക്കെ കഴിഞ്ഞായിരിക്കും. ഇവൻ ഫൈറ്റ് ചെയ്ത് മൂക്കിനിട്ട് കൂത്തി നെഞ്ഞത്തിട്ട് കൂത്തിയൊക്കെ 2 എണ്ണത്തിന് ഇവൻ തമർത്തി. അവസാനം അവർക്ക് ഒരു വിധത്തിലും വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഇവന്റെ ചെറുതീർപ്പ് കൊണ്ട്. ചെറുതീർപ്പ് കൊണ്ട് ഒരു എടുക്കാൻ പറ്റില്ല. മച്ചാൻ അടിച്ച് സൈസാക്കി അവസാനം അധികം 2 എണ്ണം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞ്. എന്നുവെച്ചാൽ കുറച്ച് ടൈം കൂടി അവിടെ നിന്ന് സീന് വഷളാവുന്നുള്ള തന്നെ. പിന്നെ രാവിലെ 3 മണിയോ പറ്റാ എനിക്ക് തോന്നുന്നു ഇവരുടെ തന്നെ ആൾക്കാർ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോ ആരോ വിസിലടിക്കുന്ന ഒരു ശബ്ദവും കേട്ട് ഇവർക്ക് നോട്ടീസ് കൊടുത്തായിരിക്കും കളഞ്ഞിട്ട് പോരും. അപ്പൊ അവരെ എടുത്തോണ്ട് പോയി. അങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നു. സ്വതവേ എല്ലാരും അപ്പത്തെ ഒരു ഇത് വരുമ്പോഴത്തേക്കും പേടിച്ച് വണ്ടി കൊണ്ടുപോട്ടെ എന്നുള്ള മൈൻഡിലൊക്കെ ഉള്ളൂ. ചത്താലും ഞാൻ എന്റെ വണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞു ഇവൻ തിരിച്ച് അറ്റാക്ക് ചെയ്ത്. അങ്ങനെ മച്ചാൻ പിന്നെ ഒരു 1-2 ആഴ്ച റെസ്റ്റിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ കാണാനൊക്കെ പോയായിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് അവന് ദേഹം മുഴുവൻ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് കഴിച്ചിലായി പോയത്. ഈ ഒരു എല്ലുള്ളത് കൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടു. ഇവിടെ കൊണ്ടാലും അവൻ ചാവുകയായിരുന്നു, ഇവിടെ കൊണ്ടാലും അവൻ ചാവുകയായിരുന്നു. അങ്ങനെ ഒരു സെനാരിയോ. പിന്നെ എനിക്കുണ്ടായി എന്ന് പറയുന്നത് ഈ വന്ന ടൈമിൽ 2016 ഇതേമാതിരി പാർട്ട് ടൈം ജോലി എന്തോ കഴിഞ്ഞ് രാത്രി 2 മണിക്ക് നടന്നു പോകുന്ന വഴിക്ക് ഒരു 2 ആൾക്കാർ നമ്മളെ തട്ടി ഫോണൊക്കെ എടുക്കാൻ നോക്കി. അപ്പൊ തിരിച്ചിതേമാതിരി നാട്ടിൽ നിന്ന് വന്ന ആ ഒരു ഇതല്ലേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങനത്തെ ഒരു തന്നെ നമ്മൾ തരുത്തുമല്ലോ. തിരിച്ച് അങ്ങോട്ടേക്ക് പ്രതികരിച്ച് ഒരു ഉന്തും തള്ളും ഒക്കെ ആയിട്ട് അവസാനം ഒരുത്തരം ഉന്തി തള്ളിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകാന്ന് പറയുന്ന ഒരു സെനാരിയോ ആയിരുന്നു നടന്നത്. അതായത് നിങ്ങൾ ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് അന്ന് ഓടുകയല്ലായിരുന്നു അന്ന്? അവനൊന്ന് കത്തിയായിരുന്നു കാണിച്ചത് അതോ നേരെ തട്ടിപ്പറിച്ചിട്ട് ഓടാൻ? കത്തി ഒന്നും കാണിക്കാനല്ല നിന്ന്. ഒരു ബാർ ഉണ്ടായിരുന്നു നമ്മളവിടെ ഒരു ഏരിയയില്. ഇവരൊരു ഗേ കപ്പിളുമായിട്ട് 2 ആൾക്കാരായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഒരു ഇടവഴി ഉണ്ട് അതിന്റെ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക്, ആ ബാറിന്റെ സൈഡിൽ കൂടെ ഉള്ള. ഇവര് 2 പേരിങ്ങനെ അവിടെ ഇങ്ങനെ ഒരുത്തനത്തിരി അപ്പുറമായിട്ട് ഒരുത്തനപ്പുറമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഒരുത്തൻ ബാക്കിൽ ഇങ്ങനെ വരുന്ന എനിക്ക് മനസ്സിലായി. അപ്പൊ അപ്പുറം ഒരുത്തൻ വേറെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് ഇവൻ ഇത്തിരി മുമ്പോട്ടേക്ക് വന്ന് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് എന്തോ കാണിച്ച് ദേഹത്ത് ഇങ്ങനെ തൊട്ട് എന്തോ ഒന്ന് പറയാൻ വന്നു. കറക്റ്റ് പറയാൻ വന്നാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് സീന് വഷളായി എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ നടക്കാൻ നോക്കി. അവൻ പിടിച്ചു വെച്ചു. അപ്പൊ പിടിച്ചു വെച്ചവനെ എതിർത്ത് എന്തോ ചവിട്ടുവോ ചവിട്ടിയിട്ട് അവൻ വീണ്. മറ്റവൻ അപ്പോഴത്തേക്കും നിൽക്കുന്ന സ്റ്റോപ്പ് എന്നും പറഞ്ഞ് ഇങ്ങനെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ അവിടുന്ന് എസ്കേപ്പ് അടിച്ചു പോവുക. അങ്ങനെ എന്തോ ഒരു തന്നെ നടന്നത്. ഒരു ടെറർ സീനായിരുന്നു. പിന്നെ ആ വഴിക്ക് ആ സമയത്ത് പോയില്ലേ, ഞാൻ മെയിൻ റോഡിൽ കൂടെ തന്നെ പോയിട്ടുള്ളൂ. എന്നുവെച്ചാൽ അത് വീട്ടിലേക്ക് ബസ് ഇറങ്ങിയിട്ട് എളുപ്പത്തിന് പോകാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു. അതിൽ പോകാതെ പിന്നെ മെയിൻ റോഡ് വഴി തന്നെ ചുറ്റി പോകുന്ന പരിപാടി ചെയ്തുള്ളൂ. വീണ്ടും അങ്ങനത്തെ ഒരു സെനാരിയോ ഉണ്ടാകാതൊക്കെ നമ്മളായിട്ട് സെക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു അറ്റാക്കിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ കുറെ നാളത്തേക്ക് ആ ഒരു ട്രോമ നിലനിൽക്കും. നമുക്ക് ആ പേടിയും കാര്യങ്ങളും ഇതും ഉണ്ടല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ജസ്റ്റ് കക്കുവോ പിടിച്ചു പറിക്കുവോ അല്ലെങ്കിൽ നമ്മുടെ മാലപുട്ടിയുടെ പോലത്തെ ചെറിയ സംഭവമല്ല. ഈ എല്ലാവരുടെയും ആയുധവും കൂടെ ഉള്ളതുകൊണ്ട് ഒരു നമ്മളെ എന്നെന്ന് പറയുന്ന ഒരു കൊലപാതക ശ്രമം എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു ഫൈറ്റ് പോകുന്നത്. കാരണം ഇതിൻ്റെ പേര് പിടിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷയും വളരെ വലുതായതുകൊണ്ടായി. അപ്പം എങ്ങനെയായാലും ആ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയല്ല ഈ ഇവിടെ അറിയാമല്ലോ നമുക്ക് കാനഡയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ല ഇവിടെ ഇപ്പോൾ US-ലും പല സ്റ്റേറ്റുകളിലും നമ്മുടെ മെഡിക്കൽ മരിയുവാനും കാര്യങ്ങളും എല്ലാം ലീഗലാണ്. അപ്പം പലരും ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിലായതുകൊണ്ട് തന്നെ ഒരു ചെറിയ എന്തെങ്കിലും ശ്രമം ഒരു മരണത്തിലേക്കോ കൊലപാതകത്തിലേക്കോ ഒക്കെ വരെ പോവാം. അപ്പോൾ പറഞ്ഞു വന്നത് ബേസിക്കലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കക്കലും പിടിച്ചുപറിക്കലും പരിപാടികളും എല്ലാം എല്ലായിടത്തും ഉണ്ട്. ദൈവാനുഗ്രഹിച്ച് നമുക്ക് ഇതുവരെ ഒന്നും ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. വേറൊരു സംഭവം, അന്നേ കാലത്ത് നമുക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അങ്ങോട്ടേക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ആകാനുള്ള പരിപാടി ചെയ്തു. പക്ഷെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 1-2 മാസം മുമ്പ് നടന്നൊരു സംഭവം ചേട്ടൻ കേട്ടായിരുന്നോ? ഒരു പീറ്റർബ്രോലോ, സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മല്ല, ഒരു സ്റ്റുഡന്റ് ആയി നിന്ന് പഞ്ചാബി പയ്യനാന്ന് തോന്നുന്നത് ഗ്യാസ് സ്റ്റേഷനിൽ എവിടെയോ നിൽക്കുക. ഷോപ്പിൽ നിന്ന് തെഫ്റ്റിനടുത്തും വന്ന് എന്തോ കറക്റ്റ് ഇത് തന്നെയാണോ സംഭവം എനിക്കറിയില്ല, ഷോപ്പോ എന്താന്നുള്ളത്. പക്ഷെ ഇതാണ് അതിന്റെ ഒരു സംഭവം. അവൻ എന്തോ മോഷ്ടിക്കാൻ നോക്കി. അവനെ എതിർത്ത് അങ്ങനെ കട്ടുകൊണ്ട് പോകുന്നവനെ പിടിച്ചു വെച്ച് ഇവനെ അറ്റാക്ക് ചെയ്ത്
ഇവൻ അടിച്ച് സൈസായി കളഞ്ഞു മറ്റവനെ കക്കാൻ വന്നവനെ. ആ ഗ്യാസ് സ്റ്റേഷനില് പഞ്ചായത്ത് പയ്യൻ ആൽബർട്ടയില് കക്കാൻ വന്നവൻ ഇടിച്ച് തൂഫാനായി കളഞ്ഞു. കക്കാൻ വന്നവന് 6 മാസം ശിക്ഷ, ഇവന് 14 കൊല്ലം അങ്ങനെ എന്താ അടിച്ചു 14 കൊല്ലത്തെ ശിക്ഷ കിട്ടി. കാരണം കക്കാൻ വന്നവന് ആക്രമിച്ചതിനെക്കാട്ടും കൂടുതൽ ഇവൻ ആക്രമിച്ചു. ഇത് ഡെസിബിൾ വെച്ച് അളക്കാൻ പറ്റിയ വലിയ പരിപാടിയാണത്. അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ നോർത്ത് അമേരിക്കൻ, കാനഡയും ഇതിപ്പോ അടുത്തടുത്തുള്ള രാജ്യങ്ങളാണെങ്കിലും പല കാര്യങ്ങളിലും ഒരുമയുണ്ടെന്ന് പറഞ്ഞാലും ഈ ഗൺസിന്റെ കാര്യത്തിലും പിന്നെ സെൽഫ് ഡിഫെൻസിന്റെ കാര്യത്തിലും വരുമ്പോഴത്തേക്കും ഈ കാനഡയുടെ നിയമങ്ങൾ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. അതിപ്പം എനിക്ക് 100% സ്ട്രെയിറ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പം നമ്മുടെ നേരത്തെ എൻ്റെ കൂടെ ഓടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മച്ചാൻ എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അപ്പം രാഹുൽ. അപ്പോൾ പുള്ളിക്ക് ഗൺ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഗൺ ലൈസൻസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ പഠിപ്പിക്കുന്ന ഇതാണ്. അപ്പം നമ്മളെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഗണ്ണുണ്ടെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടി ഒരാൾ കയറി നമുക്ക് ഗണ്ണ് അങ്ങോട്ട് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അറ്റാക്ക് ചെയ്യേണ്ടത് നമ്മളെ പ്രോപ്പർട്ടി കയറി നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന ആർക്ക് അഗെയിൻസ്റ്റ് ആണോ അയാളായിരിക്കണം ആദ്യം അറ്റാക്ക് ചെയ്യേണ്ടത്. അതേസമയം യുഎസിലാണെങ്കിൽ നിന്റെ അതിർവരമ്പത്തിൽ കൂടെ ആരാ നടന്നു പോയാലും മതി, നീ പൂജിക്കാന്ന് അറിയാം. സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇടി കിട്ടി കഴിയുമ്പോഴല്ലല്ലോ തിരിച്ചു കൊടുക്കണം. അവന്റെ ഒറ്റ ഇടിക്ക് നമ്മൾ ചത്തുപോയാലോ, പിന്നെ നമ്മൾ തിരിച്ചു ചെയ്യും. പക്ഷെ കാനഡയിൽ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. അവരുടെ നിയമം അനുസരിച്ച് നമ്മളെ ഏത് അളവിലാണോ അറ്റാക്ക് ചെയ്യുന്ന അതേ അളവിലേ നമുക്ക് തിരിച്ചു അറ്റാക്ക് ചെയ്യാവുള്ളൂ. അങ്ങനെയൊക്കെ കുറെ പൊട്ടത്തരവും മണ്ടത്തരവും ഉണ്ട്. ഒരുത്തനെ അറ്റാക്ക് ചെയ്തവനെ തിരിച്ച് പ്രതിരോധിച്ചവന് 14 കൊല്ലം ശിക്ഷയും മറ്റവൻ 6 മാസം എന്ന് പറയുന്നത് ഞാൻ ഈ ലോകത്ത് വേറെ കേട്ടില്ല. അവിടെ മാത്രമേ സത്യമായിട്ടും. അത് ഈ ആണ്ട് ഇപ്പൊ 1 മാസം ആവുന്നുള്ളൂ ആ കേസിന്റെ പേര് മൊത്തം പ്രൊട്ടസ്റ്റ് കാര്യങ്ങൾ. ഒരാള് നമ്മളെ അറ്റാക്ക് ചെയ്യാം, നമ്മൾ തിരിച്ച് പ്രതികരിക്കുമ്പോ മറ്റവൻ എത്രത്തോളം ചെയ്തെന്നുള്ളത് തൂക്കി നോക്കി ചെയ്യാൻ പറ്റുമോ? അതിനു മുമ്പ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നവനെ തോപ്പിക്കാനല്ലേ നമ്മൾ എങ്ങനെയല്ലേ ശ്രമിക്കുള്ളൂ. അപ്പൊ അത് സംഭവിച്ച ഇതാണ്. അത് ഒരു പഞ്ചാബി പയ്യൻ അവൻ സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് അവന്റെ പാർട്ട് ടൈം ആയിട്ട് അവൻ ഗ്യാസ് സ്റ്റേഷനിൽ നൈറ്റിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പം ഇതുപോലെ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്നിട്ട് മെയിൻലി ഗ്യാസ് സ്റ്റേഷൻസ് ആണ് അറ്റാക്ക് ചെയ്യുന്നത്. കാരണം പെട്രോൾ പമ്പിൽ വരുമ്പോഴത്തേക്ക് അവിടെ ക്യാഷ് ആയിട്ടൊക്കെ പേ ചെയ്ത പൈസ ഉണ്ടാവുമല്ലോ. അവനെ അറ്റാക്ക് ചെയ്തു, അവൻ തിരിച്ചു അറ്റാക്ക് ചെയ്തു. പണി വന്നപ്പോൾ 14 വർഷം, അവന് കക്കാൻ വന്നവൻ 6 മാസം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോ മറ്റേ എന്താ പറയാ, ഇതിനെ കളിയാക്കിക്കൊണ്ട് കുറെ ട്രോൾസ് വരുന്നുണ്ട്. ഏതോ ഒരുത്തന്റെ കാർ, ഒരു ട്രോൾ വീഡിയോ കണ്ടാ, കാറ് മോഷ്ടിക്കാൻ വന്നിട്ട് കാറിന്റെ ലോക്ക് ഭയങ്കരമായിട്ട് സെക്യൂർ ചെയ്തു. അത് കാരണം കള്ളൻ ചില്ല് പൊട്ടിച്ച് കയറേണ്ടി വന്ന്, കള്ളന് മുറിവ് പറ്റിയെന്നും പറഞ്ഞ് ഉടമസ്ഥനെതിരെ കേസ് വന്നെന്ന് പറഞ്ഞു. ഒരു ട്രോള് ട്രോള് എന്നുവെച്ചാൽ കക്കാൻ വരുന്നവനും അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ. അത് കൂടാതെ നമ്മുടെ ഒണ്ടാറിയോയില് കാറിന്റെ തെഫ്റ്റ് ഇഷ്ടംപോലെ കൂടുതലുണ്ട്. അറിയാലോ, ഈ പ്രീമിയം വണ്ടികളെല്ലാം കട്ടിട്ട് നേരെ കണ്ടെയ്നറിൽ കയറ്റി ആഫ്രിക്കയ്ക്ക് പോകാന്നുള്ളതാണ് ഇത്. മാത്രമല്ല, ഇപ്പൊ ഗൾഫ് കൺട്രീസിലേക്ക് ഒത്തിരി പോകുന്നുണ്ട്. ഗൾഫിലേക്ക് റീസെന്റ് ഒരുത്തൻ നമ്മളെ ഈ എയർടെക് എന്തൊരു സാധനം, ആ സാധനം അവന്റെ വണ്ടിയിൽ വെച്ചായിരുന്നു. ഒരു GMCയുടെ യൂക്കോന്റെ ഹൈ എൻഡ് വേർഷൻ ഒരു സാധനം മറ്റായിരുന്നു വണ്ടി. അത് വെച്ച് ഈ വണ്ടി അവൻ ഓൾറെഡി പോലീസ് കംപ്ലൈന്റ് ചെയ്ത് അവൻ ഈ വണ്ടി ഇവിടെ CN എന്ന് പറഞ്ഞ കണ്ടെയ്നേഴ്സിന്റെ യാർഡിൽ ഉണ്ട് എന്നുള്ളത് അവൻ ഡിറ്റക്ട് ചെയ്ത് പോലീസിനെ അറിയിച്ചു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം കണ്ടെയ്നറിന്റെ അടുത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ഇവൻ എന്നിട്ട് ഈ സാധനം ഷിപ്പ് കയറ്റി മോൺട്രിയൽ പോയിട്ട് പോയി ഷിപ്പ് കയറ്റി ഈ സാധനം ദുബൈയിലുണ്ട്. അവിടെ അവന് പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഹയർ ചെയ്ത് നോക്കിയപ്പോ സാധനം ഗൾഫിൽ കിടക്കുന്നുണ്ട്, ദുബൈയിൽ എവിടെയോ. ഈ ടെസ്റ്റില് വരുന്ന സാധനം അവിടെ എങ്ങനെയാ ഈ അറബ് കൺട്രീസുമാര് ഇത്രയും റൂൾസും ഇതൊക്കെ ഉള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് അവർക്ക് അതിന്റെ പേപ്പർ വർക്ക്സ് റെഡിയാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നത്. ആഫ്രിക്കയിലേക്കൊക്കെ എത്തണം, പിന്നെ നമ്മളെ നാട്ടിലേക്കൊക്കെ ഉള്ള എന്തെങ്കിലും ഉടായ്പ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന അറിയാം. ഇവിടുന്ന് കൊണ്ടുപോയിന്നത്. അപ്പൊ ബേസിക്കലി ഈ കാർ തെഫ്റ്റിന് വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നവരുടെ കയ്യിൽ ഗണ്ണും വാളും പരിപാടി എല്ലാം കാണുമല്ലോ. അപ്പം നമ്മളെ ഈ ടൊറന്റോ ഏരിയയിൽ ഈ ഒരു പ്രശ്നം രൂക്ഷമായ സമയത്ത് ടൊറന്റോ പോലീസ് ഇഷ്യൂ ചെയ്യുക എല്ലാ സിറ്റിസൺസിനും ഉള്ള വാണിംഗ്. അതായത് നിങ്ങളുടെ കാറിൻ്റെ കീ നിങ്ങൾ ഡോറിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചേക്കണം. അപ്പം ഈ കാറ് കക്കാൻ വരുന്നവർ ഡോർ ഇടിച്ചു പൊളിക്കുകയോ അല്ല മറ്റെന്തെങ്കിലും രീതിയിൽ അകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കാറിൻ്റെ കീ കിട്ടാൻ പാകത്തിന്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ കാറും കണ്ടുകൊണ്ട് പൊക്കോളുമല്ലോ, മനുഷ്യർക്കൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ കാറിന്റെ കീ പുറത്തിട്ടേക്കണം. അപ്പൊ അങ്ങനെ ഒരു അപ്പൊ ആ രീതിയിലൊക്കെ ക്രൈം സീൻ ഈ പറയുന്ന പോലെ അറിയാമല്ലോ. അതിപ്പം ഒരു രാജ്യത്തിന്റെ കുഴപ്പമല്ല, ഏതൊക്കെ രാജ്യത്തെ ഇമിഗ്രൻസും കാര്യങ്ങളും ഒക്കെ കൂടുവോ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും.
കാരണം എല്ലാവരും ഈസി മണിയും എല്ലാ സെറ്റിൽമെൻറ്റിനും പരിപാടികൾക്കും ഒക്കെ ആയിരിക്കുമല്ലോ നോക്കുന്നത്. എനിവേ ഇത് ഒന്നിനും ഒരു കാരണമാണെന്നല്ല പറയുന്നത്, പക്ഷെ ആ ചോദ്യത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ദൈവാനുഗ്രഹിച്ച് ട്രക്കും കൊണ്ട് പോകുമ്പോൾ ഇതുവരെ നമുക്ക് ഒരിക്കലും നമ്മൾ തുടങ്ങിയ ഒരു 3 വർഷം മുന്നേ ഒരു ചെറിയ സെനാരിയോ ഉണ്ടായത്. നമ്മൾ ആ മെക്സിക്കൻ ബോർഡറുള്ള ആ ഒരു സ്ഥലത്ത് കൂടെ പോകുന്ന വഴിക്ക് 2-3 വണ്ടികൾ നമ്മൾ സ്കെച്ച് ചെയ്ത് ഒത്തിരി നേരം ഫോളോ ചെയ്യുന്ന കാര്യം നമുക്കൊന്ന് ഫീൽ ചെയ്തൊരു സെനാരിയോ. പറയുവാണെങ്കിൽ അതേ പറയാനുള്ളൂ. വേറൊന്നുമല്ല, നമ്മൾ പണ്ടൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടില്ല. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ അരിസോണ ഏരിയ കൂടെ ഈ എൽപാസോടെ ഒക്കെ ഏരിയ ഉണ്ടല്ലോ, ആ നൊഗാലസ് ഏരിയ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻ്റർസ്റ്റേറ്റ് 25-ൻ്റെ ഇൻ്റർസ്റ്റേറ്റ് 10-ൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട്. ആ ഇൻ്റർസെക്ഷൻ ഈ നൊഗാലസ് എൽപാസോ അങ്ങനെയുള്ള ഏരിയയുടെ ഒക്കെ ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ ബോർഡർ പെട്രോൾ ഭയങ്കര. അപ്പോൾ ഈ ട്രക്കുകളെന്നല്ല ഒരുമാതിരിപ്പെട്ട ആ റൂട്ടിൽ പോകുന്ന എല്ലാ വണ്ടികളും ഇവർ നിർത്തിയിട്ടിട്ട് ഇവർ എല്ലാ സാധനവും പുറത്തെടുപ്പിക്കും. നമ്മുടെ ബെഡും തലേണം വരെ കുഷ്യനൊക്കെ വരെ തുറന്ന് നോക്കി ഈ ഡ്രഗ്സും മറ്റെന്തെങ്കിലും ഡീലിങ്സും കൊക്കൈനും ഒക്കെ നമ്മൾ കടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ശല്യമാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇൻ്റർസെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാച്ച് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് അവിടെ. അപ്പോൾ ആ വില്ലേജിൽ കൂടെ ബൈപ്പാസ് എടുത്ത് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ 10 and 25 ജോയിൻ ചെയ്യുന്ന ഭാഗത്തേക്കൂടെ പോകാതെ ബൈപ്പാസ് എടുത്ത് പോകും. അപ്പോൾ ആ ബൈപ്പാസ് എടുത്ത് പോകുന്നിടത്ത് ആ വില്ലേജ് എപ്പോഴും നൊട്ടോറിയസ് വില്ലേജാണ്. അപ്പം സാധാരണ ഗതിയിൽ അവിടെ 6 മണി കഴിഞ്ഞ് അങ്ങനെ ആൾക്കാരൊന്നുമില്ല. സാധാരണ ഗതിയിൽ ഞാൻ ആ പോകുന്ന സമയത്തൊക്കെ നമുക്ക് 6 മണി കഴിഞ്ഞാൽ ഈ കർഫ്യൂ ആയിരുന്നു, അങ്ങനെ ആൾക്കാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ ഏരിയ കൂടെ നമുക്കൊരു 35-40 കിലോമീറ്റർ ആയതുകൊണ്ട് ഓടിക്കണം ബൈപ്പാസ്. അപ്പോൾ ആ ഓടിക്കുന്ന സമയത്ത് ഇച്ചിരി ഇതുപോലെ പാടങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണ്. അന്ന് ഇതുപോലെ നമുക്ക് കുറച്ച് 2-3 വണ്ടികൾ ഇതുപോലെ നമ്മളെ ഫോളോ ചെയ്യുന്നതായിട്ടും നമ്മളെ എന്നാ പറയുന്നത് ഒന്ന് ഇടയ്ക്ക് വന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നി. അതിപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണോ അതോ നമുക്കതിന് തോന്നിയതാണോ എന്നറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അതൊരു ടെറിഫയിങ് മൊമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളതായിരുന്നു ഒരിക്കലും നിർത്തിയാലോ 100 പറക്കുക. 2 തവണ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള പരിപാടി മുമ്പ് ഇങ്ങനെ ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന മാതിരിയുള്ള ഓരോ സിഗ്നലുകളൊക്കെ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്തായാലും ചവിട്ടി പിടിച്ച് വിട്ടു പോകുക എന്നുള്ളൂ. അത് മാത്രമേ നമുക്ക് പേഴ്സണലി ട്രക്കും കൊണ്ട് പോകുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളൂ.